ഇനി മുതലപ്പുഴയിലേക്കാണ്. അവിടെ ഡ്രഡ്ജിംഗ് ആരംഭിക്കാൻ ഇനിയും വൈകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടുതൽ സോയിൽ പൈപ്പുകൾ വേണ്ടി വരുന്നതിനാൽ കണ്ണൂരിൽ നിന്ന് എത്തുന്നവയ്ക്ക് കാലതാമസം എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം പൊഴി മുറിച്ചുവിട്ട ഭാഗത്ത് മണൽ അടിഞ്ഞുകൂടുന്നത് കാരണം മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ അപകടത്തിലാകുന്നത് പതിവാവുകയാണ്. ടിൻറ്റു ദാസ് ചേരുന്നു മുതലപ്പുഴയിൽ നിന്ന്. ടിൻറ്റു, അവിടെ നിലവിലെ അവസ്ഥ എന്താണ്? കാരണം ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യം നേടാൻ സാധിച്ചില്ല എന്ന് മാത്രവുമല്ല, കൂടുതൽ അപകടകരമായ ഒരു അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്, അല്ലേ? മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അപകടകരമായൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡ്രഡ്ജിംഗ് ഇനിയും ആരംഭിക്കാൻ വൈകുമെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന അറിയിപ്പ്. കണ്ണൂരിൽ നിന്നും കൂടുതൽ സോയിൽ പൈപ്പുകൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സോയിൽ പൈപ്പ് എത്തിച്ചാൽ മാത്രമേ കൂടുതൽ ഡ്രഡ്ജിങ്ങിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വ്യാപകമായിട്ടാണ് മുതലപ്പുഴയിൽ അപകടങ്ങൾ ഉണ്ടായത്. നിരവധി വള്ളങ്ങൾ അപകടത്തിൽപ്പെട്ടു. അതോടൊപ്പം തന്നെ ഈ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണൽ തീരത്തേക്ക് അടിഞ്ഞു കൂടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം മുതലപ്പുഴ മുറിച്ച് ഒരു ചെറിയ ചാല് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചാലിലൂടെയാണ് വലിയ വള്ളങ്ങളെ കെട്ടിവലിച്ചുകൊണ്ട് കടലിലേക്ക് പോകുന്നത്. ഈ കെട്ടിവലിച്ചുകൊണ്ട് പോയതിനു ശേഷം തിരിച്ചു വരുന്ന വെള്ളങ്ങളാണ് ഇത്തരത്തിൽ അപകടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ ഏതാണ്ട് 50ഓളം മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അവർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഡ്രഡ്ജിംഗ് ആരംഭിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് തന്നെ ഡ്രഡ്ജിംഗ് ആരംഭിച്ചിട്ടില്ല എങ്കിൽ സമരം ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത്. ഈ ഡ്രഡ്ജർ എത്തിച്ചിട്ടുണ്ട്. ഡ്രഡ്ജറിന്റെ മറ്റ് അസംബിൾ ചെയ്യാനുള്ള ഭാഗങ്ങൾ എത്തിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവിടെ കൂന കൂട്ടിയിരിക്കുന്ന മണൽ, ഈ മണൽ തിരിച്ച് തീരത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് വലിയ രീതിയിലുള്ള അപകടാവസ്ഥകൾക്ക് കാരണമാകുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് വീണ്ടും ഒരു സമരത്തിനുള്ള സാധ്യതകളാണ് കാണുന്നത്. ദേവിക. ശരി.